നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. A great news from the Hindu Daily. Kerala University attracts a record 2,620 foreign student applications this year. The Hindu Bureau, Thiruvananthapuram. Kerala University has received an unprecedented 2,620 applications from international students representing 81 countries for its academic programs in 2025 to 2026. Sabu Joseph, director of the university's Center for Global Academics, which oversees international admissions, said that Kerala University continues to lead all universities in the state in attracting foreign students. According to him, the consistent growth in numbers speak volumes about the university's rising global appeal. In 2021-22, the university received 1,100 applications from 35 countries, but now from 64 countries the number rose to 1,400 in 2022-23 and 1,600 in 23-24 and 2,600 from 64 countries in 24-25. This year's applications include 1,265 for the university's 4-year undergraduate programs, 1,024 postgraduate courses, and 335 for PhD programs. While the majority of applications come from African nations, students from Iran, Iraq, Oman, Saudi Arabia, Sri Lanka, Nepal, Bangladesh, the Philippines, Bhutan, Turkmenistan, Tajikistan, Indonesia, Malaysia, Jordan, Thailand, Vietnam, South Africa, Russia, France, and USA have applied. Commerce and management studies remain the most sought after choices, followed by political science, psychology, economics, education, linguistics, and English literature. The processed applications have been submitted to the Indian Council for Cultural Relations for final selections, Dr. Joseph said. Currently, 205 international students from 52 countries, including Colombia, Peru, United Kingdom, and the USA, are enrolled through ICCR scholarships and self-financed routes. A great news, and a great venture. ദേശാഭിമാനി 2025 ജൂൺ 20 വെള്ളി. രാജ്ഭവനിൽ വീണ്ടും RSS ചിത്രം, ചടങ്ങ് ബഹിഷ്കരിച്ച് മന്ത്രി, ധിക്കാരത്തിന് താക്കീത്. ചിത്രം വച്ചത് ശരിയായില്ലെന്ന് ഗവർണറോട് ശിവൻകുട്ടി. ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഭരണഘടനയാണ് രാജ്യത്തിന് നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനു മുകളിലല്ല. ഇവിടെ ഒരു ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തുന്നത് കണ്ടു, അത് ആരുടെ ചിത്രമാണെന്നറിയില്ല. ഔദ്യോഗിക ചടങ്ങിൽ ഇങ്ങനെയൊരു പുഷ്പാർച്ചന ശരിയായില്ല. മഹാത്മാഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇസ്രയേലി ആക്രമണത്തിന് പിന്തുണ വഷളാക്കാൻ US. ഖമേനിയെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. അമേരിക്കയുടെ പിന്തുണ തേടുന്നത് ഭീരുത്വമെന്ന് ഖമേനിയ. ഇറാനിലെ ആണവ റിയാക്ടറുകൾ ഇസ്രയേൽ ആക്രമിച്ചു. ഇസ്രയേലി ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചു. ഇവന്മാരെല്ലാം കൂടി ഇവിടെ യുദ്ധം ഉണ്ടാക്കി ഇവിടെ ദുരന്തം വിതയ്ക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരും.
ചേട്ടാ, ഇംഗ്ലണ്ടുകാരും അമേരിക്കക്കാരൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യയെ ഒരിക്കലും വിദേശ ഭാഷകളിലൂടെ സങ്കല്പിക്കാനാകില്ലെന്ന് IAS ഉദ്യോഗസ്ഥൻ അശുതോഷ് അഗ്നിഹോത്രിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഷാ പറഞ്ഞു. നടക്കട്ടെ. വോട്ടെണ്ണൽ 23-ന്. നിലമ്പൂരിൽ 74.35% പോളിംഗ്. നിലമ്പൂരിൽ അടുപ്പിച്ചില്ല. കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ. നേതൃത്വവുമായി ഭിന്നതയുണ്ട്. ക്ഷണിക്കാത്ത ഇടത്തേക്ക് പോകില്ല. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയും. ക്ഷണിക്കാൻ ആരുടെയും സംബന്ധമല്ല എന്ന് ആരാണ് മിസ്റ്റർ ഉണ്ണിത്താൻ. നിലമ്പൂരിന്റെ പ്രചാരണത്തിന് KPCC നേതൃത്വം ക്ഷണിച്ചില്ലെന്നും നേതൃത്വവുമായി ഭിന്നതയുണ്ടെന്നും പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP. വിദേശ വിദ്യാർത്ഥികളുടെ ഇഷ്ടമായി കേരള സർവകലാശാല. 81 രാജ്യങ്ങളിൽ നിന്ന് 2620 അപേക്ഷകർ. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ അപേക്ഷകർ. വിദേശ വിദ്യാർത്ഥികളുടെ ഇടമായി കേരള സർവകലാശാല മാറുന്നു. ഈ അധ്യയന വർഷം 81 രാജ്യങ്ങളിൽ നിന്ന് 2620 വിദ്യാർത്ഥികളാണ് വിവിധ കോഴ്സുകൾക്കായി അപേക്ഷിച്ചത്. രാജ്ഭവനെ RSS ശാഖയാക്കരുത്. രാജ്ഭവനെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രമാക്കരുത്. പ്രോട്ടോക്കോളിനേക്കാൾ പ്രധാന ഭരണഘടനയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഗവർണർ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഭരണഘടനാ പദവിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാകണമെന്ന് മന്ത്രി P. രാജീവ്. രാജ്ഭവനിലെ കാവ്യവൽക്കരണം എതിർക്കാൻ UDFന് പേടി. ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധം. രാജ്ഭവനെ RSS ശാഖയ്ക്ക് തുല്യമാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ കണ്ണടയ്ക്കുന്ന UDF നിലപാട് കാപട്യമാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് പറഞ്ഞു. ഗവർണറെ നയിക്കേണ്ടത് ഭരണഘടന, വിചാരധാരയല്ല. ബിനോയ് വിശ്വം. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. DYFI. RSSനെ വെള്ളപൂശാൻ രാജ്ഭവനെ ഉപയോഗിക്കുന്നത് ഖേദകരം. രാജ്ഭവന്റെ പത്രക്കുറിപ്പ് തള്ളുന്നു. ഭരണഘടനയെ സംരക്ഷിക്കുക കടമ. മന്ത്രി ശിവൻകുട്ടി. മന്ത്രി എന്ന നിലയിൽ കൈക്കൊണ്ട നടപടി പ്രോട്ടോകോൾ ലംഘനമല്ല, മറിച്ച് ഭരണഘടനാപരമായ മാന്യതയെ സംരക്ഷിക്കാനുള്ള പ്രതിഷേധമാണ്. വിവരാവകാശത്തെ പേടിച്ച് രാജ്ഭവൻ. വീഴ്ച പറ്റിയെന്ന് രാജ്ഭവൻ അപ്പീൽ അധികാരി. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ രാജ്ഭവന് മടി. അപ്പീലുകൾക്ക് ഒടുവിൽ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കിയതാകട്ടെ ഭാഗിക മറുപടിയും. കമ്മീഷൻ നിശ്ചയിച്ച തീയതിയും കഴിഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഇരട്ടി ഊർജത്തോടെ LDF. ഉൾപ്പിരിവുകളിൽ UDF. ദേശാഭിമാനി. അഭിപ്രായ ഭിന്നതയേറുന്നു. G7 ഉച്ചകോടി പ്രഹസനം. കാനഡയിലെ ആൽബർട്ട പ്രവിശ്യയിലെ കനാനസ്കിൽ നടന്ന G7 രാഷ്ട്രത്തലവന്മാരുടെ ത്രിദിന ഉച്ചകോടി പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ സമാപിച്ചു. ആഗോള മൂലധന ശക്തികളുടെ കെട്ടുറപ്പ് തകരുകയും അവിശ്വാസത്തിൻ്റെയും കിടമത്സരത്തിൻ്റെയും അന്തരീക്ഷത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്നതിനിടയിൽ നടന്ന ഉച്ചകോടി സമ്പൂർണ്ണ പരാജയത്തിലാണ് കലാശിച്ചത്. ലോകം അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് യോജിച്ച ഒരു പ്രഖ്യാപനത്തിലെത്താൻ പോലും സാധിച്ചില്ല. ലോക സമ്പദ്ഘടനയെയും വാണിജ്യ ബന്ധങ്ങളെയും രാഷ്ട്രീയ ഗതിവിധികളെയും തങ്ങളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു താൽപ്പര്യം G7 കൂട്ടായി വയ്ക്കില്ലെന്ന് ഇതിലൂടെ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്.
ഇറാന് നേരെയുള്ള ഇസ്രായേലിൻ്റെ കടന്നാക്രമണം, ഇസ്രായേൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിവരുന്ന വംശീയ ഉന്മൂലന യുദ്ധം, 3 വർഷം പിന്നിട്ട റഷ്യ-ഉക്രൈൻ യുദ്ധം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാഷ്ട്രങ്ങൾക്കെതിരെ നടപ്പാക്കുന്ന വ്യാപാര യുദ്ധം, ഗ്രീൻലാൻഡ് ഉൾപ്പെടെ അതിർത്തി രാജ്യങ്ങൾക്കെതിരെ ഉയർത്തുന്ന അധിനിവേശ ഭീഷണി തുടങ്ങിയ സങ്കീർണ പ്രശ്നങ്ങളിൽ വികസിത രാജ്യങ്ങൾക്കിടയിലെ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് യോജിച്ച പ്രസ്താവന ഇറക്കുന്നതായി തടസ്സമായത്. ഇറാനെ കടന്നാക്രമിച്ച ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് അംഗരാഷ്ട്രങ്ങൾ സ്വീകരിച്ചത്. ഗാസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെ മധ്യപൂർവ്വ ദേശത്തെ ശത്രുത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒഴുക്കൻ മറ്റുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചു.